കാലത്തെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു വിശുദ്ധ ഖുർആൻ. 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഖുർആനാണ്. വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആൻ ആയത്തുണ്ട്. ആ ആയത്ത് കാലത്തെക്കൊണ്ടാണ് സത്യം ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ കാലത്തെക്കൊണ്ട് സത്യം ചെയ്യാൻ എന്തിരിക്കുന്നു? കാലം അത്രമേൽ വല്ലതും മഹത്തരമാണോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. പണ്ട് കോവിഡിൻ്റെ സമയത്ത് എല്ലാ മനുഷ്യരും തീരാ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരും തീരാ നഷ്ടത്തിലാകുന്നൊരു കാലം വരുമോ എന്നൊക്കെ ചിന്തിച്ചത് കോവിഡ് നമ്മളെ പാഠം പഠിപ്പിച്ചാണ് കടന്നുപോയത്. ഇപ്പോൾ ദേ സത്യമായി പറഞ്ഞാൽ ഞാൻ തൃശ്ശൂരിലെ ഒരു ഇഫ്താറിൽ പങ്കെടുക്കാൻ വേണ്ടി യാത്ര തിരിക്കുമ്പോൾ എല്ലാം വളരെ ഭദ്രമാണ്. ഒരുപാട് പ്ലാനുകളുണ്ട്. ദുബൈയിലെ സുഹൃത്തുക്കൾ വരുന്ന പ്ലാനുണ്ട്, പോകുന്ന പ്ലാനുണ്ട്, മറ്റു പലതുമൊക്കെ ഉണ്ട്. ആ ട്രെയിൻ ഏതാണ്ട് എറണാകുളത്തോ മറ്റോ എത്തിയപ്പോഴേക്കാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമണം തുടങ്ങി എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഇഫ്താർ നടത്താൻ അവിടെ പോയി പെട്ടുപോയ ഒരുപാട് പേരുണ്ട്. പ്രോഗ്രാം നടത്താൻ പോയവരുണ്ട്. ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരുണ്ട്, അങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരുണ്ട്. ഈ പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെട്ട് ഭർത്താവിനെയും മക്കളെയും അവിടെ ആക്കി തനിച്ച് വന്നിട്ടുള്ള സഹോദരിമാരുണ്ട്. തിരിച്ച് പോകാൻ തയ്യാറായി എയർപോർട്ടിൽ വന്നപ്പോൾ മടങ്ങിപ്പോകാൻ പറഞ്ഞവരുണ്ട്. നോക്കൂ, നിമിഷാർദ്ധങ്ങൾ മാത്രമുള്ള കാലത്തിൻ്റെ സഞ്ചാരത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന്, എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്നൊന്ന് നോക്കിയേ. ഇത് കണ്ടോ, കരിപ്പൂർ എയർപോർട്ടിൻ്റെ ചിത്രം ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്. അസ്സലാമു അലൈക്കും. ആളും ആരവും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഈ കരിപ്പൂർ എയർപോർട്ട് ഗൾഫിലൊരു യുദ്ധമുണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളെ നാടിനെ അത് എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ വ്യക്തമായൊരു സൂചന ഇത് നൽകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്നും ഗൾഫിടങ്ങളിൽ എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നോക്കൂ, കരിപ്പൂർ എയർപോർട്ടിന് ഇങ്ങനെ ഒരു കാലം പ്രതീക്ഷിച്ചോ? അതിന് തൊട്ട് മുമ്പുള്ള നിമിഷം വരെ പ്രതീക്ഷിച്ചോ? എത്ര ആളും ആരവവും വാഹനങ്ങളും നിറഞ്ഞതാണ് കരിപ്പൂർ എയർപോർട്ട്. എങ്ങനെയായിരുന്നു? പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് കണ്ടില്ലേ, കാലത്തിൻ്റെ ഗതിവിഗതികളിൽ ചെറുതായൊരു മാറ്റം വന്നപ്പോൾ കാലം കാണിച്ചു തരുന്ന പുതിയ കാഴ്ചയാണ്. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. സുരക്ഷ ഉറപ്പാക്കാനാവില്ല, നാട്ടിലെത്താൻ സഹായിക്കാനാവില്ല. ഇസ്രയേലിൽ കുടുങ്ങിയ സ്വന്തം പൗരന്മാരെ കൈവെടിഞ്ഞ അമേരിക്ക. അതായത് അമേരിക്ക പറയുകയാണ്, ഇസ്രയേലിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനാവില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. അറബികളുടെ നാട്ടിലേക്ക് യൂറോപ്യൻസ് വരുമ്പോൾ പ്രത്യേക വിൻഡോ ആണ്, അവർക്കൊരു വേദനയും ഉണ്ടാവരുത്. അമേരിക്കക്കാരുടെയൊക്കെ പാസ്പോർട്ട് കാണുമ്പോൾ ഒരുപക്ഷെ അവിടെ ഇരിക്കുന്നവർ ചാടി എഴുന്നേറ്റ് അതിനെ സല്യൂട്ട് ചെയ്ത് കളയും എന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ അമേരിക്കക്കാരും അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാനാണ് യുദ്ധക്കുതിയൻ ട്രംപ് വിളിച്ചു പറയുന്നത്. അയാൾക്ക് വല്ല ദണ്ണമുണ്ടോ? എവിടെയെങ്കിലും ആയിപ്പോയ മനുഷ്യർ, ജോലി ചെയ്യുന്ന മനുഷ്യർ, കച്ചവടം നടത്തുന്ന മനുഷ്യർ എല്ലാവരും രക്ഷപ്പെട്ടോണം. അയാൾ ബോംബിട്ടതിൻ്റെ പേരിൽ, അയാൾ അക്രമം തുടങ്ങിയതിൻ്റെ പേരിൽ. നോക്കൂ, കാലം കാണിക്കുന്ന, പറയുന്ന, പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ്. അറബി രാജ്യത്തിൻ്റെ തണലിൽ അമേരിക്കൻ തലയെടുപ്പിൽ സുഖസമൃദ്ധമായി ജീവിക്കാൻ വന്നവരാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെയും കാലം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഇതുപോലെ കാലം പലതും കരുതി വച്ചിട്ടുണ്ട്. ഹിറ്റ്ലറെ കടപുഴക്കിയ കാലം, സ്റ്റാലിൻ്റെ പ്രതിമകൾ വാരി തോട്ടിലിട്ട് മനുഷ്യർ അതിന്മേൽ വിസർജിച്ച കാലം, പിന്നെ ചരിത്രങ്ങളും പല ലോകത്തിൻ്റെ അച്ചുതണ്ട് പിടിച്ച് കുലുക്കാൻ വന്നവരും ഒന്നുമല്ലാതെ എവിടെയോ മണ്ണടിഞ്ഞു പോയ കാലം. ആ കാലം കണ്ണു തുറന്നിരിക്കുന്നുണ്ട്, ആവർത്തിച്ച് ഓരോ തലമുറയെ, ഓരോ സമയത്തെയും പഠിപ്പിക്കാൻ. ആ കാലത്തിൻ്റെ കരുത്തോളം വേറൊന്നുമില്ല. ആ കാലത്തെ തൊട്ടാണ് വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തത്. കാലചക്രം തിരിച്ചൊന്ന് കറക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2000-ലേക്കൊന്ന് തിരിച്ച് കറങ്ങി നിന്നാലുള്ള അവസ്ഥ. നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ സന്തോഷവാന്മാരായി ഇരിക്കുന്നത് കാണാം. നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് സുഖങ്ങൾ നഷ്ടപ്പെട്ട നിലയിൽ അത്രമേലൊന്നും സമ്പത്തില്ലാതെ പഴയ കുട്ടിലേക്ക് മടങ്ങുന്നവരെ കാണാം, കുടിലിലേക്ക് മടങ്ങുന്നവരെ, പഴയ കാറുകളിലേക്ക് പോകുന്നവരെ കാണാം, കൂലിപ്പണിക്കായി നടക്കുന്നവരെ കാണാം. ഇന്ന് കോടീശ്വരന്മാരായ പലരും. അതെ, ഒന്നിരുന്ന് ചിന്തിച്ചാൽ കാലം പഠിപ്പിച്ചത്രയും മറ്റൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കാലം കാണിച്ചത്രയും വേറൊന്നും നമ്മളെ കാണിച്ചിട്ടുമില്ല. വൽ അസർ, കാലത്തെ കൊണ്ട് തന്നെ സത്യം.